മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനി വിടവാങ്ങുമ്പോഴും ഈ നിമിഷവും മനസ്സിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, സംഭാഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്കറിയാം, കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ ബാർബർ ബാലന്റെ ജീവിതം, സാധാരണക്കാരായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ആ രീതിയിൽ വളരെയേറെ ഭംഗിയായി തന്നെ ആ കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രീനിവാസന് സാധിച്ചു. ഏറ്റവും ഒടുവിലായ സിനിമയുടെ അവസാനം വൈകാരികമായി ബാലൻ പ്രതികരിക്കുന്നത് ഇന്നും ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 200-ലേറെ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ മറ്റൊന്നും പറയാനില്ല, പകരം വെക്കാനില്ലാത്ത പ്രതിഭ വിടവാങ്ങിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു. അഖിൽ ടി.എസ്. കൂടി. തീർച്ചയായും ആര്യ പറഞ്ഞു വെച്ചതുപോലെ പകരം വെക്കുന്നതിനൊരു അതിന്റെ പ്രതിഭയ്ക്കാണ് മലയാള സിനിമാ ലോകവും കേരളക്കരയൊന്നാകെ വിട ചൊല്ലുന്നത്. ആര്യ പറഞ്ഞതുപോലെ കഥ പറയുമ്പോൾ എന്ന ചിത്രം ഓരോ മലയാളികളുടെ മനസ്സിലും തങ്ങി നിൽക്കുന്ന ഒന്നാണ്. സാധാരണക്കാരനായ ശ്രീനിവാസന്റെ സിനിമകൾ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതായിരുന്നു. എല്ലായ്പ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ തൊട്ടറിഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളു തൊട്ട സിനിമകളായിരുന്നു എല്ലാ കാലവും ശ്രീനിവാസന്റെ പീലുകളിലൂടെ പുറത്തേക്ക് വന്നത്. സാധാരണക്കാരായ ആളുകളുടെ, സാധാരണ ജനങ്ങളുടെ, ഒന്നുമില്ലാത്ത മനുഷ്യരുടെ എല്ലാം ഉള്ളു തൊട്ട സിനിമകൾക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ടൗൺ ഹാളിൽ ഒഴുകിയെത്തിയിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന്. ആ ഉള്ളു തൊട്ടതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ നിലവിൽ ഈ ടൗൺ ഹാളിൽ നമുക്ക് കാണാനാകും. ടൗൺ ഹാളിന്റെ ഉള്ളിൽ അതിന്റെ 2-3 ഇരട്ടി ആളുകൾ ഇപ്പോൾ നിലവിൽ ടൗൺ ഹാളിന്റെ പുറത്തുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ജനസഞ്ചയം തന്നെ ഇപ്പോൾ നിലവിൽ ടൗൺ ഹാളിലേക്ക് അവസാനമായി ഒരു നോക്ക് കാണുവാനായി ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭയെ മലയാളികളുടെ എല്ലാവരുടെയും ഇങ്ങനെ ഒരു അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലകളിലുള്ളവർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ളവർ, അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം ടൗൺ ഹാളിലേക്ക് ഇടമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഇടമുറിയാതെ എത്തുന്ന ജനസഞ്ചയത്തിന്റെ എത്തുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ഓരോരുത്തരെയും ഉള്ളു തൊട്ടറിഞ്ഞ സിനിമകളുടെ പിറവിയാണ്. അത്തരത്തിൽ കഥാപാത്രങ്ങളിലൂടെയും സംവിധാനത്തിലൂടെയും രചനയിലൂടെയും എല്ലാം തന്നെ വളരെ മനോഹരമായി സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ വെള്ളിത്തിരയിൽ ശ്രീനിവാസൻ വരച്ചു കാട്ടി. ആ ശ്രീനിവാസൻ വരച്ചു കാട്ടിയ ചിത്രങ്ങൾ ഓരോന്നും ആളുകൾ ഉള്ളുകൊണ്ടാണ് കണ്ടത് എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നിലവിൽ ടൗൺ ഹാളിൽ നമുക്ക് കാണാനാവുന്ന ഓരോ മനുഷ്യരുടെയും മുഖത്ത് ഒരു അതിന്റെ പ്രതിഭയെ നഷ്ടപ്പെട്ട, പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭയെ നഷ്ടപ്പെട്ട ഇന്ന് സങ്കടം ഈ ടൗൺ ഹാളിലേക്ക് എത്തുന്ന ഓരോ മനുഷ്യരിലും, ഓരോ സാധാരണക്കാരും, ഓരോ സംഭവത്തിലും ഓരോരുത്തരും ആ സങ്കടം നമുക്ക് കാണാനാകും. അത്തരത്തിൽ മലയാളികളുടെ ഉള്ളു തൊട്ട് നമുക്കറിയാം, ആദ്യ സിനിമ തൊട്ട് അവസാന സിനിമകൾ ജ്ഞാനപ്രകാശൻ എന്ന ചിത്രം വരെ എത്തുന്നത് വരെ ശ്രീനിവാസൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ ശ്രീനിവാസൻ രചിച്ച, ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഓരോ ചിത്രങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രീനിവാസൻ കഴിഞ്ഞു. ആ ചിത്രങ്ങളൊക്കെ കാലങ്ങൾക്കും വർഷങ്ങൾക്കുമപ്പുറം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ച ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭയ്ക്കായി ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭ ഇല്ലാതാവുമ്പോഴും വരും കാലത്ത് എത്ര വർഷങ്ങൾക്കപ്പുറവും ഇനി മുമ്പോട്ട് പോകുന്ന വർഷങ്ങളിൽ ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭ താൻ സൃഷ്ടിവെച്ച, താൻ രചിച്ച തിരക്കഥകളിലൂടെയും താൻ അഭിനയിച്ച ചിത്രങ്ങളിലൂടെയും താൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയും ഒക്കെ കേരളക്കരയാകെ തങ്ങിനിൽക്കും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഭാവനകൾ കേരളക്കരയ്ക്ക്, മലയാള സിനിമയ്ക്ക് നൽകിയാണ് ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭ ഇന്ന് നമ്മോട് വിട പറയുന്നത്. 5ഓളം ദേശീയ സംസ്ഥാന അവാർഡുകളും സംവിധാനം ചെയ്ത ജില്ലാ ശ്യാമൾ ഉൾപ്പെടെ 2 ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡുകൾ മടക്കം സ്വന്തമാക്കിക്കൊണ്ടാണ് ഈ മടക്കം. അത്തരത്തിൽ മലയാളികൾ ഓരോരുത്തരെയും ഉള്ളുകൊണ്ട് സ്വാധീനിച്ച, വളരെയധികം ആളുകളെ അടുത്തറിഞ്ഞ് സാധാരണക്കാരായ ഓരോ ജനങ്ങളെയും തൊട്ട് അവരോട് ചേർന്ന് നിന്ന് അവരുടെ ആവലാദികളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ചുകൊണ്ടെന്ന് ഓരോ സാധാരണക്കാരുടെയും ഓരോ സാധാരണ കുടുംബത്തിന്റെയും ഭാഗമായി മാറിയ അതിന്റെ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. തന്റെ ചിത്രങ്ങളിലെത്തിയും വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും ആ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലൂടെ, തന്റെ ചിത്രങ്ങളിലൂടെ ശ്രീനിവാസൻ അവരെ വരച്ചു കാട്ടി വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെയായി സിനിമ എന്ന കലാരൂപത്തെ സമൂഹത്തിന്റെ പുരോഗതിക്കും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കും അനുസൃതമായി വളർത്തിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സക്സസ് എന്ന് പറയുന്നത് തന്നെ ശ്രീനിവാസൻ സിനിമകളായിരുന്നു. നമുക്ക് സന്ദേശം ഉൾപ്പെടെയുള്ള സിനിമകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അത്തരത്തിൽ സന്ദേശവും വരവേൽപ്പും ഉൾപ്പെടെയുള്ള സിനിമകളിലൊക്കെയും സാധാരണക്കാരായ ജനങ്ങൾ
നേരിടുന്ന പ്രശ്നങ്ങളെ സാധാരണക്കാരെ കേരളത്തിലെ ഓരോ കാലഘട്ടത്തിലും കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും മലയാളികൾ എന്താണോ ആഗ്രഹിച്ചത് വെള്ളിത്തിരിയിൽ കാണാൻ, അല്ലെങ്കിൽ മലയാളികൾ എന്താണോ തങ്ങളുടെ പ്രശ്നങ്ങളായി നേരിട്ടുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ശ്രീനിവാസൻ തന്റെ പൂർവ്വ ശിക്ഷകളാൽ വെള്ളിത്തിരയിൽ വരച്ചു കാട്ടി അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകളിലേക്ക് മലയാള സിനിമയെ എത്തിക്കുന്നതിന് ഈ കഥാപുസ്തക സംഭാഷണ സംവിധാനം ശ്രീനിവാസൻ എന്ന പേര് സ്ക്രീനിൽ തെളിയുമ്പോൾ മലയാളികൾ അത്രയധികം ആവേശം കണ്ട ഒരു കാലഘട്ടത്തിനാണ് ഇവിടെ വിരാമമാകുന്നത്. ഈ കാലഘട്ടത്തിന് വിരാമമാകുമ്പോഴും ഇനിയും ശ്രീനിവാസൻ വ്യത്യസ്ത കലാസൃഷ്ടികൾ ഇല്ലാതാവുന്നില്ല. ആ കലാസൃഷ്ടികളിലൂടെ ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭ ഇനിയും കേരളക്കരയാകെ ജീവിക്കും. കേരളക്കരയിലെ ഓരോ സാധാരണക്കാരിലും ഓരോ മനുഷ്യനും ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭ ഇനിയും ജീവിക്കും. ആ ഭൗതിക ശരീരം മാത്രം നാളെ ഔദ്യോഗിക ബഹുമതികളോട് സംസ്കാരത്തിലൂടെ ഇല്ലാതാവുന്നത് ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭ പുറത്തുവെച്ച ഓരോ സിനിമകളും ഉയർത്തിയ ഓരോ വിമർശനങ്ങളും എല്ലാം കേരളക്കരയിൽ ഒന്നടങ്കം ഇനിയും പ്രതിഫലിച്ചു നിൽക്കും. ഓരോ മലയാളികളിലൂടെയും ഓരോ സിനിമ ആസ്വാദകരിലൂടെയും കേരളക്കര ഒന്നടങ്കം ശ്രീനിവാസൻ എന്ന അതിന്റെ പ്രതിഭ തന്റെ തൂലിക തുമ്പുകളാൽ എഴുതിവെച്ച വരച്ചുവെച്ച അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ഇനിയും കേരളക്കരയാകെ ഒരിച്ചു നിൽക്കും അറിയാം.